ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മളൊരു ക്ഷേത്രത്തിലേക്കാണ്. ഒരുപാട് ഐതിഹ്യങ്ങളും പുരാണങ്ങളും നിറഞ്ഞൊരു ക്ഷേത്രം, നമ്മുടെ സ്വന്തം ഇരിങ്ങൂർക്കാവ് ഭഗവതി ക്ഷേത്രം. കൊടും കാടിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് 35 കിലോമീറ്ററും പെരുമ്പാവൂർ നിന്ന് 8 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ഗൂഗിൾ മാപ്പിൽ കൃത്യമായ ലൊക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമായിട്ടാണ് ഇരിങ്ങോക്കാവ് ഭഗവതി ക്ഷേത്രത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഈ കാടിനുള്ളിലുള്ള എല്ലാ വൃക്ഷങ്ങളിലും ദേവതകളുണ്ടെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഈ ക്ഷേത്രം കാടിനുള്ളിലായതുകൊണ്ട് ഒരുപാട് തരം കിളികളുടെ ഒച്ചയും ജീവികളുടെ ഒച്ചയും നമുക്ക് ഈ പോകുന്ന വഴി കേൾക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മഴക്കാലത്ത്, പ്രത്യേകിച്ച് ഈ മൺസൂൺ കാലത്ത് ഈ ഒരു ക്ഷേത്രത്തിൽ വരുന്നത് അത് വേറൊരു ഫീലിംഗ് ആണ്. ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി നമുക്കൊരു വശത്തായിട്ട് തീർത്ഥക്കുളം കാണാൻ സാധിക്കുന്നതാണ്. അതിമനോഹരമായ ഒരു കാടിനുള്ളിൽ ഒരു ക്ഷേത്രവും അതിന് ചുറ്റും ഒരു തീർത്ഥക്കുളവും, ഇതെല്ലാം കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു കുളിർമയാണ്. പോയപ്പോൾ ഒരു കല്ല് കണ്ട് കല്ലിൽ ഒരുപാട് മുറിച്ച് കൂട്ടാൻ കുറച്ചപ്പോഴത്തേക്കും ചോറ് അപ്പോഴത്തേക്കും മനയിൽ പോയി അവിടെ നാലഞ്ചേരി മന, പട്ടശ്ശേരി മന, 9 മനക്കാരുടെ അങ്ങനെ ഉണ്ട്. പണ്ട് ഇപ്പം ഇല്ല കേട്ടോ, ഒരു വർഷം എനിക്കെടുത്തു. അപ്പോൾ അത് അവർ വന്ന് മനയിൽ പോയി പറഞ്ഞ് അങ്ങനെ നമുക്ക് തിരുമേനി വന്ന് നേദ്യം കൊടുക്കാനായിട്ട് വർഷത്തിലെ യൂസ് ശർക്കരയാണ്. ശർക്കര നേദ്യമാണ് ഇവിടെ പ്രധാനം. പിന്നെ നിയമത്തിലെ പൂരം 10 ദിവസത്തെ ഉത്സവമാണ്. പിന്നെ വൃശ്ചികത്തിലെ കാർത്തിക, അത് നമ്മുടെ കാർത്തിക ദേവിയുടെ അത് ഒരു 3 ദിവസത്തെ ഇതുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ കൊണ്ട്. എനിക്ക് കൂടുതൽ അങ്ങനെ കാണാതെ പറയുന്നില്ല, എന്നാലും ഞങ്ങളിവിടെ അടുത്തുള്ളതാണ്. ഞാനും പിന്നെ ഇവിടെ മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ട് വരരുത്, അതായത് 3 ദിവസം മുമ്പെങ്കിലും ഉപേക്ഷിച്ചിരിക്കണം. പിന്നെ ഇവിടുത്തെ വൃക്ഷാദികളിലും, അതായത് ഹനുമാൻ്റെ ജന്മഭൂമിയാണ് ഇത്. ഋഷിമാർ തപസ് ചെയ്ത ഗോപുരമാണ് ഈ അമ്മ ഇരിക്കുന്ന ഗോപുരം, അതായത് മഹർഷി. പിന്നെ അവിടെ വേറൊരു കുളമില്ലേ, ആ കുളത്തിൽ നമ്മൾ ആദ്യം ഇറങ്ങുന്നത് തീർത്ഥക്കുളമായിട്ടാണ് നമ്മൾ കാണുന്നത്. സിദ്ധിയും വൃത്തിയുമുള്ള ഇത് ഇറങ്ങുന്നത് ഋഷിമാർ കുറിച്ച കുളമാണ്. അങ്ങനെയാണ്. ഇപ്പോൾ അതാണ് ഈ ദേവതകളൊന്നും ഇവിടെ ഇല്ല, ആ അമ്മ മാത്രമേ ഉള്ളൂ. വൃത്തിയാണ്, പിടിച്ച പുറത്തുള്ള അമ്മയാണ്. നമ്മുടെ ചിലരോടെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സാധുക്കളുടെ താലമുണ്ട്, അവിടെ നമുക്ക് താലം പിടിച്ച് നിങ്ങളുടെ താലമുണ്ട്. തൂക്കുകളൊക്കെ ഓരോരുത്തരും താഴെ കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് ഇറങ്ങി എല്ലാ ദിവസവും ആറാട്ട് അമ്മ ഇവിടെ വരും. ഇവിടുന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ ആറാടി ഇവിടെ വന്ന് കുറേ നിറച്ച് തൂക്കുകളൊക്കെയാണ് പ്രധാനം. ഓരോരുത്തരും ആറാടി വരുമ്പോഴത്തേക്കും 7 പ്രദക്ഷിണം വെച്ച് അകത്ത് കയറുക. എളുപ്പമാവും. 12:30-1 മണിയുണ്ട് രാത്രി പൂരത്തിൻ്റെ അന്ന് ആറാടി വരുമ്പോൾ. ഇവിടെ പറ നടക്കാതെ നമ്മൾ കയറില്ല ഇങ്ങോട്ട്. പിന്നെ അന്നും മറച്ചുകൊണ്ട് ഇതിൽ പോകാൻ പാടില്ല. അതായത് പണ്ടൊക്കെ ഇതിൽ നടന്നു പോകുമ്പോൾ ഒരു കുട്ടി കയ്യിലിരിക്കുവാണ്. അപ്പോൾ അയ്യോ ദേവിയാണല്ലോ, അമ്പലത്തിൽ നടയാണോ എന്ന് നോക്കിയിട്ട് മറച്ചു പിടിച്ചുകൊണ്ട് പോവുക കുട്ടിയെ. അങ്ങനെ പാടില്ല. അപ്പോൾ ആ കുട്ടി അവിടെ ചെന്നപ്പോഴത്തേക്കും മരിച്ചതായിട്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടതാണ്. ഒന്നും മറയ്ക്കാൻ പാടില്ല. ഒന്നും നമുക്ക് ഒരു എന്ത് ഇത്രയും വനാണല്ലോ, ഒരു 7 ജന്തുക്കളും ഇന്ന വരെ എൻ്റെ കണ്ണിനെ കണ്ടിട്ടില്ല. നല്ലൊരു ജന്തുക്കളോ പിന്നെ അട്ടയുണ്ട്. അട്ട അത് പേടിക്കാനാണ്, അത് ഇവിടുത്തെ ജീവികളാണ്.
ഇന്നേ വരെ എനിക്ക് ഇത്രയും വർഷങ്ങൾ, അതായത് എനിക്കൊരു 59 വയസ്സിനിടയ്ക്ക് ചെറുപ്പം മുതലേ ഇവിടെ വന്നുകൊണ്ടിരുന്നു. ഒരു ഇന്നേ ഒരു സാധനം പിന്നെ ഒരു വലിയൊരു ഇലവുണ്ടായിരുന്നു, ഒരു മുറി പോലെ ഉണ്ടായ ഇലവ്. ആ ഇലവ് മറയുമ്പോഴത്തേക്കും ഇവിടെ പ്രശസ്തിയാവുമെന്ന് ഒരു മഹർഷി പറഞ്ഞില്ല. ആ ഇലവ് അവിടെയാണ് നമ്മളപ്പുറത്ത് ഒക്കെ നടയിൽ കൂടി വരുമ്പോൾ ഒരു മുറി ഒരു വേരിങ്ങനെ പകത്തോളം കാണും. ആ ഒരു വേരിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും കയറി ഇരിക്കാം. അതുപോലത്തെ ഒരു ഇലവായിരുന്നു, വലിയ ഇലവ്. അത് മറിഞ്ഞു പോയപ്പോൾ തന്നെ ഇവിടെ പ്രശസ്തിയായി. അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.